ഹലോ എവരിവൺ, എൻ്റെ പേര് രാജ്കുമാർ ടി എം. നമ്മൾ എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജിയാണ് പഠിക്കുന്നത്. എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വി സ്റ്റാർട്ടഡ് വിത്ത് ദി ടോപ്പിക് ഓഫ് പൊല്യൂഷൻ എന്നൊരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് പൊല്യൂഷൻ, എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസ്, ക്വാണ്ടിറ്റേറ്റീവ് പൊല്യൂട്ടൻസ് എന്ത്, ക്വാളിറ്റേറ്റീവ് പൊല്യൂട്ടൻസ് എന്ത്, പ്രൈമറി പൊല്യൂട്ടൻസ് എന്ത്, സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ത്, നാച്ചുറൽ പൊല്യൂട്ടൻസ്, ആന്ത്രോപോജനിക് പൊല്യൂട്ടൻസ്, അതേപോലെ തന്നെ ഡീഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ്, ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിരുന്നു. അതിനുശേഷം വി സ്റ്റാർട്ടഡ് വിത്ത് എയർ പൊല്യൂഷൻ. എന്താണ് എയർ പൊല്യൂഷൻ, എയർ പൊല്യൂഷന് കാരണമാകുന്ന ഇമ്പോർട്ടൻറ്റ് പൊല്യൂട്ടൻസ് ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ വിത്ത് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത ശേഷം വിൽ ബി ഗോയിങ് ഫോർ എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് മെഷേഴ്സ് കാര്യങ്ങൾ പഠിക്കണം. അത്രയും കാര്യങ്ങൾ കഴിയുമ്പോഴാണ് എയർ പൊല്യൂഷൻ ഒരു തീരുമാനമാവുക. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയതാണ്. അതിന്റെ കണ്ടിന്യൂഷൻ വിൽ സി മോർ അബൌട്ട് എയർ പൊല്യൂഷൻ. അപ്പോൾ ഈ എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ടേം ആണ് സ്മോഗ് എന്നുള്ളത്. വി നീഡ് ടു സ്റ്റഡി റിഗാർഡിംഗ് സ്മോഗ്. കാരണം ഡൽഹി എയർ പൊല്യൂഷൻ, നമ്മൾ അതിനെപ്പറ്റി നമുക്ക് ഈ ക്ലാസ്സിന്റെ ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ചർച്ച ചെയ്യാം ഡൽഹി എയർ പൊല്യൂഷനെ പറ്റി. അപ്പോൾ ഡൽഹി എയർ പൊല്യൂഷനൊക്കെ എല്ലാ വിന്റർ സീസണിലും നമ്മൾ കാര്യമായ ന്യൂസിൽ വരുന്ന ഒന്നാണ് ഡൽഹി എയർ പൊല്യൂഷൻ. അപ്പോൾ ഇത്തരത്തിൽ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് ആ എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട വാർത്ത വരുമ്പോഴൊക്കെ വരുന്നൊരു വാക്കാണ് സ്മോഗ് എന്നുള്ളത്, അല്ലെ? നമ്മൾ സ്മോക്ക് കേട്ടിട്ടുണ്ടാവും, ഫോഗ് കേട്ടിട്ടുണ്ടാവും. സ്മോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ സിമ്പിൾ വേർഡ്സ് വി ക്യാൻ സേ ഇറ്റ്സ് ലൈക്ക് സ്മോക്ക് പ്ലസ് ഫോഗ്. അതായത് സ്മോക്കും ഫോഗും കൂടി ചേർന്നതാണ് സ്മോഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്മോക്കും ഫോഗും കൂടി. ഇപ്പൊ ഫോഗ് ബേസിക്കലി മൂടൽമഞ്ഞ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന പൊതുവെ നമുക്കറിയാം വിന്റർ സീസണിലാണ്, അല്ലെ? ചെറിയ രീതിയിൽ ഉണ്ടാവുന്ന കണ്ടൻസേഷൻ സംഭവിച്ചിട്ടുണ്ടാവുന്ന ആ ചെറിയ മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ്സ് ആണ് ഈ ഫോഗ് ആവുന്നത്. ഈ ഫോഗിലേക്ക് ഡസ്റ്റും സ്മോക്കും എല്ലാം ചേരുമ്പോൾ, അതേപോലെ തന്നെ ഡിഫറെന്റ് ഗ്യാസസ് എല്ലാം ചേരുമ്പോൾ അത് വളരെ ഹേസി ആയി മാറും. ഹേസി ആയി മാറാന്ന് പറഞ്ഞാൽ നമുക്ക് അധികം വിസിബിലിറ്റി കുറയ്ക്കുന്ന ടൈപ്പ്, ഇങ്ങനെ കട്ടിയുള്ള പോലെ മാറും. ഇത് ബേസിക്കലി വിസിബിലിറ്റിയെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയറിൽ നമ്മുടെ ബ്രീത്തിങ്ങിനെ ബാധിക്കും, നമുക്ക് ഉണ്ടാവുന്ന ലങ്സ് ബേസ്ഡ് ഡിസീസ് ഉണ്ടാവാൻ കാരണമാകും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. സോ സ്മോക്ക് in simple words we can say it is smoke plus fog. സ്മോക്കും ഫോഗും കൂടി ചേർന്നാണ് caused by burning of large amounts of coal, vehicular emission and industrial fumes. അപ്പോൾ ഈ വെഹിക്കുലർ എമിഷൻസും ഈ കോൾസ് എന്നുള്ള ബേണിംഗ് ഉണ്ടാവുന്ന റിമെയിൻസും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എമിഷൻസും എല്ലാം കൂടി ചേർന്ന് ആ പുക ഫോഗുമായി കൂടി ചേരുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നതാണ് എന്ത്, സ്മോഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് സിമ്പിൾ വേർഡ്സ് യു ക്യാൻ സേ സ്മോക്ക് പ്ലസ് ഫോഗ് ആണ് സ്മോഗ് എന്ന് നമുക്ക് പറയാം. സ്മോക്ക് കണ്ടെയ്ൻസ് സൂട്ട് പാർട്ടിക്കുലേറ്റ്സ്. സൂട്ട് പാർട്ടിക്കുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ പാർട്ടിക്കുലേറ്റ് മാറ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, അല്ലെ? ചെറിയ സോളിഡ് പാർട്ടിക്കിൾസ് പോലെയുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സൂട്ട് പാർട്ടിക്കുലേറ്റ്സ് ലൈക്ക് സ്മോക്ക്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ആൻഡ് അതർ കോമ്പോണൻസ്. ഈ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് പോലുള്ള മറ്റു കോമ്പോണൻസ് എല്ലാം കൂടി ചേർന്ന് ഫോഗുമായിട്ട് കൂടി ചേരുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ടാവുന്നു, സ്മോഗ് ഉണ്ടാവുന്നു. അറ്റ്ലീസ്റ്റ് 2 distinct types of smog are recognized. ഒന്ന് സൾഫറസ് സ്മോഗ്, മറ്റൊന്ന് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. അപ്പൊ നമുക്ക് 2 ടൈപ്പ് ഓഫ് സ്മോഗ് ആണ് പഠിക്കാനുള്ളത്. അതായത് UPSC പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് ഈ സൾഫറസ് സ്മോഗും ഫോട്ടോ കെമിക്കൽ സ്മോഗും. അപ്പൊ നമുക്ക് നോക്കാം what are the differences between sulfurous smog and photochemical smog. എന്താണ് സൾഫറസ് സ്മോഗ് നോക്കാം. സൾഫറസ് സ്മോഗ് പേരിൽ തന്നെ കേൾക്കുന്നുണ്ടല്ലോ, സൾഫർ. അപ്പൊ എന്തായാലും സൾഫറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സൾഫറുമായി ബന്ധപ്പെട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ സൾഫർ ഓക്സൈഡ്സ്, അതിന്റെ എമിഷൻ കാരണം ഉണ്ടാവുന്ന ഫോഗ് ആയിരിക്കും എന്ത്, സൾഫറസ് സ്മോഗ്. സൾഫർ ഓക്സൈഡ് ഏറ്റവും കൂടുതൽ എമിറ്റഡ് ആവുന്നത് അവിടെ നിന്നാണ്, നമ്മുടെ കോള് പോലെയുള്ള സംഭവങ്ങൾ ബേൺ ചെയ്യുമ്പോൾ, തെർമൽ പവർ പ്ലാന്റ്സ് പോലുള്ള സ്ഥലത്ത് നിന്നാണ് ബേസിക്കലി എന്ത്, ഈ സൾഫറസ് സ്മോഗ് ഉണ്ടാവാനുള്ള കാരണം. അപ്പൊ നമുക്ക് നോക്കാം. സൾഫറസ് സ്മോഗ് ഓൾസോ കോൾഡ് ആസ് ലണ്ടൻ സ്മോഗ്. സൾഫർ സ്മോഗ് നമ്മൾ എന്ന് വിളിക്കും, ലണ്ടൻ സ്മോഗ് വിളിക്കും. ഫസ്റ്റ് ഫോംഡ് ഇൻ ലണ്ടൻ. എന്തുകൊണ്ടായിരിക്കും ഫസ്റ്റ് ഫോംഡ് ഇൻ ലണ്ടൻ? ഈ സ്മോഗ് ആദ്യം ഉണ്ടായത് ലണ്ടനിലാണെന്ന് പറയാൻ കാരണം എന്താ? അല്ലെങ്കിൽ എന്തായിരിക്കും ലണ്ടനെ ഇങ്ങനെ സ്മോഗ് ഉണ്ടാവാൻ കാരണമാക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? നമുക്കറിയാം, യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് റിഗാർഡിംഗ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അല്ലെ? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാര് അവരുടെ സബ്സിസ്റ്റൻസ് പ്രൊഡക്ഷനിൽ നിന്ന് മാറി മെക്കനൈസേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് കമേഴ്ഷ്യൽ പ്രൊഡക്ഷനിലേക്ക് മാറുന്ന ആ ടൈം പീരീഡ് ആയിരുന്നു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ആ സമയത്ത് ധാരാളമായ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ലണ്ടനിൽ അല്ലെങ്കിൽ നമ്മൾ പറയും UK ഏറ്റവും ആദ്യം സിഗ്നിഫിക്കന്റ് ആയ ഈ
ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയാണ് ബേസിക്കലി ഏറ്റവും ഫസ്റ്റ് ഈ പറയുന്ന സ്മോക്കും കാര്യങ്ങളൊക്കെ വളരെ അധികമായി റിലീസ് ആവാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആദ്യമായി ഫോം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു, ലണ്ടൻ സ്മോഗ് എന്ന് വിളിക്കുന്നു. സൾഫർ സ്മോഗ് ഈസ് ഓൾസോ നോൺ ആസ് ലണ്ടൻ സ്മോഗ്. അപ്പോൾ എങ്ങനെയാണ് സൾഫർ സ്മോഗ് ഉണ്ടാവുന്നത് നോക്കുക. സൾഫർ സ്മോഗ് റിസൾട്ട്സ് ഫ്രം high concentration of sulfur oxides in the air and is caused by the use of sulfur bearing fossil fuel, particularly coal. സൾഫർ ഡയോക്സൈഡിന്റെ എമിഷൻസ് അറ്റ്മോസ്ഫിയറിൽ കൂടി വന്നു കഴിയുമ്പോൾ, ആ സൾഫർ ഡയോക്സൈഡിന്റെ പ്രസൻസ് കൂടി വരുമ്പോൾ, അത്തരത്തിൽ സൾഫർ ഡയോക്സൈഡ് ഈ പറയുന്ന ഫോഗുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്മോഗ് ആണ് എന്ത്, സൾഫർ സ്മോഗ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലണ്ടൻ സ്മോഗ് എന്നാണ്. This type of smog is aggravated by dampness and a high concentration of suspended particulate matter in the air. Dampness എന്ന് പറഞ്ഞാൽ എന്താ, ഈർപ്പം. ഒരു ഈർപ്പം നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈർപ്പം വരുമ്പോൾ അത് കുറച്ചുകൂടി അഗ്രവേറ്റഡ് ആവും. അതിനൊപ്പം തന്നെ സസ്പെൻഡഡ് particulate matters, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ particulate matter 10 2.5 ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ. ആ particulate matterഉം ഡാംനെസ്സും കൂടുമ്പോൾ ഈ സൾഫർ സ്മോഗ് കുറച്ചുകൂടി സ്ട്രോങ് ആവുന്ന പറയുന്നത്. ഇറ്റ് ബിക്കംസ് അഗ്രവേറ്റഡ് എന്ന് പറയുന്നു. അതായത് ഈ സൾഫർ സ്മോഗിനെ വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് വിന്റർ സ്മോഗ്. നമുക്ക് എന്ത് വിളിക്കാം, വിന്റർ സ്മോഗ് എന്നും വിളിക്കാം. വിന്റർ സ്മോഗ് എന്ന് വിളിക്കാൻ കാരണം എന്താ, വിന്ററിലാണ് മേജർലി ഈ ഒരു സംഭവം വരുന്നത്. അതുകൊണ്ട് വി ക്യാൻ ഓൾസോ കോൾ ദിസ് ആസ് വിന്റർ സ്മോഗ്. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ്, സൾഫർ ഡയോക്സൈഡ് കാരണം ഉണ്ടാവുന്ന ഫോഗ്, സൾഫർ സ്മോഗ്. രണ്ടാമത് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ഓക്കെ, ഫോട്ടോ കെമിക്കൽ. ഫോട്ടോ എന്നുള്ള വാക്ക്, ഫോട്ടോൺ എന്നുള്ള വാക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? ഫോട്ടോൺ എന്ന് പറയുന്നത് നമ്മൾ എന്താ, ലൈറ്റ് പാർട്ടിക്കിൾ ആണ് അല്ലെ. അപ്പൊ ലൈറ്റിന് എന്തോ ഒരു റോൾ ഉണ്ടെന്ന് ആലോചിക്കാം. കെമിക്കൽ മേ ബി എന്തെങ്കിലും റിയാക്ഷനോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പേര് വരാൻ കാരണം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ദിസ് സ്മോഗ് ഈസ് ഓൾസോ നോൺ ആസ് ലോസ് ഏഞ്ചലസ് സ്മോഗ്. ഫോട്ടോ കെമിക്കൽ സ്മോഗ് നമ്മൾ എന്ത് വിളിക്കും, ലോസ് ഏഞ്ചലസ് സ്മോഗ് എന്ന് വിളിക്കും. അപ്പോ നമ്മുടെ സൾഫർ സ്മോഗ് എന്ത് സ്മോഗാണ്, ലണ്ടൻ സ്മോഗാണ്. ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ത്, ലോസ് ഏഞ്ചലസ് സ്മോഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലോസ് ഏഞ്ചലസ് സ്ഥലം നമുക്ക് അറിയായിരിക്കും അല്ലെ. സോ ലോസ് ഏഞ്ചലസ് സ്മോഗ് എന്ന് പറയുന്നു. The photochemical smog occurs most prominently in urban areas that have large numbers of automobiles. Large number of automobiles ഉണ്ടാവുന്ന അർബൻ ഏരിയാസ് ആണ് ഉണ്ടാവുന്നത്. നോക്കുക, photochemical forms when pollutants such as nitrogen oxides, ശ്രദ്ധിക്കണേ, nitrogen oxides and organic compounds react together in the presence of sunlight. നൈട്രജൻ ഓക്സൈഡ്സ് പോലെയുള്ള കോമ്പൗണ്ട്സ് സൺലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാവുന്ന സ്മോഗ് ആണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. അപ്പോൾ അത്തരത്തിൽ നൈട്രജൻ ഓക്സൈഡ്സ് സൺലൈറ്റിന്റെ പ്രസൻസിൽ ഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ഓസോൺ. അങ്ങനെ ഓസോൺ ഉണ്ടായിട്ട് അങ്ങനെ ഉണ്ടാകുന്ന സ്മോഗ് ആണ് എന്ത്, ഫോട്ടോ കെമിക്കൽ സ്മോഗ്. അപ്പൊ ശ്രദ്ധിക്കുക, ഫോട്ടോ കെമിക്കൽ സ്മോഗ് എങ്ങനെയാണ്, നൈട്രജൻ ഓക്സൈഡ്സ് പോലുള്ള ഗ്യാസസ് ഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആരുടെ പ്രസൻസിൽ, സൺലൈറ്റിന്റെ പ്രസൻസിൽ. അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുന്നു, ഓസോൺ. ഓസോൺ ഫോം ചെയ്യുന്നു. അങ്ങനെയാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടായി വരുന്നത്. ഓക്കെ, സോ ഫോട്ടോ കെമിക്കൽ സ്മോഗും സൾഫർ സ്മോഗും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ആർ വെരി ഇമ്പോർട്ടന്റ്. ഫോട്ടോ കെമിക്കൽ സ്മോഗിനെ നമുക്ക് എന്ത് വിളിക്കാം, വി ക്യാൻ കോൾ ഇറ്റ് ആസ് സമ്മർ സ്മോഗ്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, സമ്മർ സ്മോഗ് എന്നും വിളിക്കാം. കാരണം സമ്മേഴ്സിൽ ഉണ്ടാവും, സൺലൈറ്റ് വേണമല്ലോ, സമ്മർ സ്മോഗ് എന്നും വിളിക്കാം. അപ്പോ ആ കോൺസെപ്റ്റ് ബേസിക് ലോജിക് വെച്ചൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ട്, സൾഫർ സ്മോഗ് ഉണ്ട്. സൾഫർ സ്മോഗ് സൾഫർ ഡയോക്സൈഡ് റിയാക്ഷൻ കാരണം ഉണ്ടാവുന്നതാണ്. വിന്റർ സ്മോഗ് എന്ന് അറിയപ്പെടുന്നു, ലണ്ടൻ സ്മോഗ് എന്ന് അറിയപ്പെടുന്നു. ഫോട്ടോ കെമിക്കൽ സ്മോഗ്, ഫോട്ടോ കെമിക്കൽ. അപ്പൊ സൺലൈറ്റിന്റെ പ്രസൻസിൽ നൈട്രജൻ ഓക്സൈഡ്സ് ഓർഗാനിക് കോമ്പൗണ്ട്സുമായി റിയാക്ട് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ആയിട്ട് ഓസോൺ ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ഇവരെ നമ്മൾ ലോസ് ഏഞ്ചലസ് സ്മോഗ് എന്ന് വിളിക്കുന്നു, ഓൾസോ നോൺ ആസ് സമ്മർ സ്മോഗ്. അപ്പോൾ ഈ രണ്ട് സ്മോഗും നമ്മൾ ഡിഫറൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ഫിഗർ. കണ്ടോ, ഇതെന്തായിരിക്കും, ബ്ലൂ കളറിൽ കാണുന്നത് വിന്റർ സീസണിൽ കാണുന്നതായിരിക്കും. വിന്റർ ടൈമിൽ കാണുന്ന സ്മോഗ് എന്ന് പറയുമ്പോൾ എന്ത് ഫോഗാ, ദാറ്റ് ഈസ് സൾഫർ സ്മോഗ്. നേരെ മറിച്ച് എവിടെ നോക്കും, ബ്രൗൺ കളറിൽ കാണുന്ന സമ്മർ സീസണിൽ വരുന്ന ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ഓക്കെ, സോ സൾഫർ സ്മോഗ്, ഫോട്ടോ കെമിക്കൽ സ്മോഗ്, രണ്ട് ടൈപ്പ് ഓഫ് സ്മോഗ്സ് ഉണ്ട്, ഓർത്ത് വയ്ക്കാം. ഓക്കെ, മൂവിങ് ഓൺ. വോൾട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. വോൾട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഇത്രയും ലൈക്ക് നമ്മുടെ കെമിക്കൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന പൊല്യൂട്ടൻസ് എല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന എയർ പൊല്യൂഷൻ.
അപ്പോൾ ഈ എയർ പൊല്യൂഷൻ കാരണം ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാവുന്നു. ഇപ്പോൾ ബ്രീത്തിങ് ഡിസീസ് പോലെ ഡിസീസ് ഉണ്ടാവുന്നു, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നമുക്കറിയാം കാർസിനോജനിക്കാണ് പലതും. അപ്പോൾ ഈ പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ അതിനു വേണ്ടി ധാരാളം മെഷേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പൊല്യൂഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ആ പൊല്യൂഷനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണ്ടേ? ഈ പൊല്യൂഷനെ മെഷർ ചെയ്തിട്ട് ഗവൺമെന്റ് മുന്നിട്ടിറങ്ങിയാൽ മാത്രം പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളടങ്ങുന്ന ഇവിടുത്തെ സിറ്റിസൺസ്, സമൂഹങ്ങളിലെല്ലാം ബിഹേവിയറൽ പാറ്റേൺസിലും കാര്യമായ മാറ്റങ്ങൾ വരണം, അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു വീട്ടിൽ നിന്ന് തന്നെ 5 പേര് പുറത്ത് പോകുമ്പോൾ 5 വണ്ടിക്ക് പോകുന്നതും അതൊരെല്ലാവരും 5 പേരോട് ഒരു വണ്ടിയിലേക്ക് പോകുന്നതും അത്രയും എമിഷൻ കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബേസിക്കലി നമ്മുടെ ബിഹേവിയർ പാറ്റേണിൽ വരുന്ന മാറ്റം, ഇപ്പൊ എനർജി കൺസംഷൻ, അനാവശ്യമായി ലൈറ്റ് ഫാൻ ഒക്കെ ഇട്ട് നമ്മൾ എനർജി വേസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ആവശ്യം എനർജി നമ്മൾ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മുടെ ബിഹേവിയറൽ പാറ്റേണിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവണം ഇവിടെ പൊല്യൂഷൻ എത്രത്തോളം നടക്കുന്നു, എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ പൊല്യൂഷനെ മെഷർ ചെയ്ത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾക്ക് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മൾ നോക്കുവാൻ പോകുന്നതാണ് നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഓർ AQI. നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എയർ ക്വാളിറ്റി എങ്ങനെയാണ്, എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു ഇൻഡെക്സ്, നമ്മളൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ സംഭവം നമ്മൾ ലൈക്ക് ഒരു വാല്യൂ കൊടുക്കുകയാണ് നമ്മൾ എയർ പൊല്യൂഷന്. നമുക്ക് നോക്കാം. ദി നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വാസ് ലോഞ്ച്ഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ ഇൻ 2014 ലോഞ്ച് ചെയ്തതാണ്. അപ്പോ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എയർ പൊല്യൂഷന് കാരണമാകുന്ന ചില ഇമ്പോർട്ടന്റ് ഗ്യാസസ്, AQIയുടെ കാര്യം പറയുകയാണെങ്കിൽ 8 ഇമ്പോർട്ടന്റ് ഗ്യാസസ്, നമ്മൾ ആ 8 ഇമ്പോർട്ടന്റ് ഗ്യാസസ് എടുത്തിട്ട് ആ ഗ്യാസിനെ മെഷർ ചെയ്യുകയാണ്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ആ ഗ്യാസ് എത്ര എണ്ണം ഉണ്ട്, എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ആ 8 ഗ്യാസിന്റെ മെഷർ എടുക്കും. ആ മെഷറിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വാല്യൂ കൊടുക്കും അവിടുത്തെ എയർ ക്വാളിറ്റിക്ക്. അപ്പോൾ ഈ പൊല്യൂട്ടൻസ് എമൗണ്ട് കൂടുന്തോറും ആ വാല്യൂ കൂടി വരും, പൊല്യൂട്ടൻസ് എമൗണ്ട് കുറയും തോറും വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ കുറവാണ് വാല്യൂ എങ്കിൽ എയർ പൊല്യൂഷൻ ഒക്കെ കുറവാണ്, നല്ല എയർ ആണെന്ന് അർത്ഥം. എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ പൊല്യൂഷൻ ആണ്, പ്രശ്നമാണെന്ന് അർത്ഥം. അങ്ങനെ എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, വി ആർ ഡിവൈഡിങ് ദി എയർ ക്വാളിറ്റി ഇൻടു 6 കാറ്റഗറീസ്. എങ്ങനെയാ 6 കാറ്റഗറി? ഇപ്പോ നല്ല കണ്ടീഷനാണ്, എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ കുറവാണെങ്കിൽ ഗുഡ്. ഇനി ഗുഡിനേക്കാൾ കുറച്ച് മോശമാണ് അല്ലെങ്കിൽ വാല്യൂ കുറച്ച് കൂടുതലാണെങ്കിൽ സാറ്റിസ്ഫാക്ടറി. അതും കഴിഞ്ഞ പ്രശ്നമാണെങ്കിൽ മോഡറേറ്റ്ലി പൊല്യൂട്ടഡ്, പുവർ, വെരി പുവർ, സിവിയർ എന്നിങ്ങനെ 6 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. ഇതെങ്ങനെയാ ക്ലാസിഫൈ ചെയ്യുന്നത്? എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ വാല്യൂവിന്റെ ബേസിൽ. എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ ഹൈ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, സിവിയർ ആണ് എയർ പൊല്യൂഷൻ. വളരെ ലോ ആണെങ്കിൽ എന്ത് പറയും, ഗുഡ് ആണ് കണ്ടീഷൻ, എയർ ക്വാളിറ്റി കണ്ടീഷൻ നമ്മൾ പറയും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ 6 ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ഡിവിഷനും അല്ലെങ്കിൽ ഓരോ ലൈക്ക് എന്താണ് അവസ്ഥ നോക്കിയാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഓരോ കളർ സ്കീംസും നമ്മളോട് കൊടുക്കും. ഓരോ കളർ സ്കീംസ് എന്ന് പറഞ്ഞാൽ വിൽ ബി ഗിവിംഗ് ദം ഡിഫറെന്റ് കളേഴ്സ് ഇൻ ദ സെൻസ് നമ്മൾ എങ്ങനെയാണ് ലൈക്ക് ഇപ്പൊ ഗ്രീൻ, ഓറഞ്ച്, റെഡ് എന്ന് പറയുന്ന പോലെ ഓരോന്നിനും ഓരോ കളർ കൊടുക്കും. അപ്പൊ എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ വാല്യൂവോ അല്ലെങ്കിൽ അവിടുത്തെ NAQI വെച്ച കളർ ഗ്രേഡിങ്ങോ കാണുമ്പോൾ സാധാരണ ഞങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പൊല്യൂഷൻ ഇത്തിരി പ്രശ്നമാണ്, നമ്മളായിട്ട് എന്തെങ്കിലും കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഈച്ച് ഓഫ് ദീസ് കാറ്റഗറീസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ലൈക്ലി ഹെൽത്ത് ഇമ്പാക്ട്സ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 8 പൊല്യൂട്ടൻസിനെ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 8 പൊല്യൂട്ടൻസിന്റെ വാല്യൂ മെഷർ ചെയ്യും. ഏതൊക്കെയാണ് 8 പൊല്യൂട്ടൻസ് അറിഞ്ഞു വയ്ക്കേണ്ടത്, ഇമ്പോർട്ടന്റ് ആണ് ഫോർ ദി എക്സാം പോയിന്റ് ഓഫ് വ്യൂ. 8 പൊല്യൂട്ടൻസിന്റെ പേരും പഠിക്കണം. 1 പാർട്ടിക്കുലേറ്റ് മാറ്റർ 10 PM10, 2 PM2.5, 3 നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഓസോൺ, അമോണിയ, ലെഡ്. 8 എണ്ണം. ഓക്കെ, ഈ 8 എണ്ണത്തിന്റെ പേരും കാണാതെ പഠിക്കണം. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. PM10, PM2.5, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ലെഡ്, ഓസോൺ, അമോണിയ. 8 gases which are considered for measuring air quality index. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ഏറ്റവും വലിയ പൊല്യൂട്ടന്റ് ആയി പറയുന്ന ഒരാളുണ്ടല്ലോ, ആരാണ്? കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. കാർബൺ ഡയോക്സൈഡിനെ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. AQI മെഷർ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ആരെ മെഷർ ചെയ്യുന്നില്ല? കാർബൺ ഡയോക്സൈഡിനെ മെഷർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഓർത്ത് വയ്ക്കാം. വി ആർ നോട്ട് കൺസിഡറിങ് കാർബൺ ഡയോക്സൈഡ് ഇൻ NAQI. അപ്പോൾ പൊതുവെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്ത് കളയാവുന്ന ഒരാളാണ് ആര്? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന്റെ പേര് കണ്ടു കഴിഞ്ഞാൽ AQI ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ എലിമിനേറ്റ് ഇറ്റ് ഈസിലി.
ഓക്കെ, അപ്പൊ ഇതാണ് AQI. AQI പോലെ തന്നെ മെഷർമെന്റിൽ വന്ന മറ്റൊരു സംഭവമാണ് NAAQS. അത് AQIക്ക് മുൻപേ വന്നതാണ്, ബട്ട് AQI ആണ് നമ്മൾ ഏറ്റവും കോമൺലി എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നാഷണൽ ആംബിയൻ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയും, NAAQS. അപ്പൊ നമ്മൾ നോക്കാം എന്താണ് NAAQS, എന്താണ് ഇതും AQIയും തമ്മിലുള്ള വ്യത്യാസം. NAAQS is developed by Central Pollution Control Board, CPCB. Central Pollution Control Board അഥവാ CPCB ആണ് ഇത് എടുത്തിട്ടുള്ളത്. Okay, they are applicable all over the country. The CPCB has been conferred this power by the Air Act of 1981. അപ്പൊ ആരാ NAAQS പ്രസന്റ് ചെയ്യുന്നത്? CPCB. CPCB എന്ന് പറഞ്ഞാൽ എന്താ? പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഈ NAAQS പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫ്രം ദി എയർ ആക്ട് ഓഫ് 1981. ഈ NAAQSന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ പേരാണ് നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം. നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം പ്രകാരമാണ് എന്ത് NAAQSന്റെ മെഷർമെന്റ് എല്ലാം നടക്കുന്നത്. ആൻഡ് ഈ നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം ആരാണ് നടത്തുന്നത്? അത് നടത്തുന്നവരാണ് CPCB തന്നെയാണ്. അപ്പോ NAAQSും NAQIയും തമ്മിൽ മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, NAQIയിൽ നമ്മൾ പറഞ്ഞു 8 ഗ്യാസസ് ആണ് അല്ലെ മെഷർ ചെയ്യപ്പെടുന്ന, 8 ഗ്യാസിന്റെ ബേസിലാണ്. NAAQSല് വി ആർ മെഷറിംഗ് NAAQS ഓൺ ദി ബേസ് ഓഫ് 12 പൊല്യൂട്ടൻസ്. 12 പൊല്യൂട്ടൻസ് എടുത്തിട്ട് ആ 12 പൊല്യൂട്ടൻസിന്റെ ബേസിലാണ് നമ്മൾ NAAQS മെഷർ ചെയ്യുന്നത്. 12 പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ 8 പൊല്യൂട്ടൻസ് ഉണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു 8 പൊല്യൂട്ടൻസ്? പാർട്ടിക്കുലർ മാറ്റർ 10, പാർട്ടിക്കുലർ മാറ്റർ 2.5, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ലെഡ്, ഓസോൺ, അമോണിയ. 8 പേര്. ആ 8 പേരോടൊപ്പം 4 പുതിയ ആൾക്കാരെയും കൂടി ചേർക്കണം. അവരാണ് NAAQSൽ മെഷർ ചെയ്യുന്നത്. 4 പേര് ആരൊക്കെയാണ്? ഒന്ന് ബെൻസീൻ, 2 ബെൻസോപൈറീൻ, then arsenic and finally nickel. അപ്പൊ അങ്ങനെ 4 പേരെയും കൂടി ചേർത്താൽ മതി. അതൊക്കെയാണ് ബെൻസീൻ, ബെൻസോപൈറീൻ, ആഴ്സനിക്, നിക്കൽ. അതായത് നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ 8 പേര് പ്ലസ് ഈ 4 പേരായി കഴിഞ്ഞാൽ 12 പേര്. ദാറ്റ് ഫിൽസ് ദി NAAQS. ഓക്കെ, അപ്പോ നോക്കുക, ദി കറന്റ് സ്റ്റാൻഡേർഡ്സ് ഇൻക്ലൂഡ്സ് 12 pollutants which are follows: particulate matter 10, particulate matter 2.5, nitrogen dioxide, sulfur dioxide, carbon monoxide, ozone, ammonia, lead, benzene, benzopyrene, arsenic, nickel. നമ്മുടെ 8 പേരെ ഓഫ് AQI പ്ലസ് 4 പേര്. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? NAQI ആയിക്കോട്ടെ NAAQS ആയിക്കോട്ടെ, രണ്ടിലും നമ്മൾ ആരെ എടുക്കുന്നില്ല? വി ആർ നോട്ട് കൺസിഡറിങ് കാർബൺ ഡയോക്സൈഡ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. ഓക്കെ, നമ്മൾ ലൈക്ക് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും കാർബൺ ഡയോക്സൈഡ് പൊല്യൂട്ടന്റ് ആണ്, അപ്പൊ എന്തായാലും എളുപ്പത്തിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്, അപ്പൊ മെഷർ ചെയ്യപ്പെടുന്നു വിചാരിക്കും. പക്ഷേ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നതിൽ മെഷേർഡ് അല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഓർത്ത് വെക്കാം. അപ്പൊ ചോദ്യം വേണമെങ്കിൽ ഇങ്ങനെ വരാം, ലൈക്ക് എ ലിസ്റ്റ് ഓഫ് ഗ്യാസസ് എന്നുള്ള ഇതിൽ ഏതൊക്കെയാണ് NAQIയിലും NAAQSലും മെഷേർഡ് ആവുന്നത്? അങ്ങനെ ചോദിച്ചാൽ അതാണ് NAQIയിൽ ഏതൊക്കെയുണ്ടോ അത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൽ ഏതാണ് NAQIയിൽ ഇല്ല NAQSലുള്ളത് ഏതൊക്കെയാ? അപ്പൊ ആരാണ്? ഈ 4 പേരെ കൊടുത്താൽ മതി. അപ്പൊ 2 രീതിയിലും ചോദിക്കാം. അപ്പോൾ ആ 8 പേര് പ്ലസ് ഈ 4 പേര് ഏതൊക്കെയാണ്? 8 പൊല്യൂട്ടൻസ് NAQIയിൽ നോക്കുന്നത്, ഏതൊക്കെയാണ് 4 പൊല്യൂട്ടൻസ് NAQSൽ നോക്കുന്നത് എന്നുള്ള കാര്യം നോക്കി വെക്കണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, NAQI NAAQS നോക്കി. ഇതേപോലെ പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടി നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രോഗ്രാമാണ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. ഓക്കെ, നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം പേരിൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്തായിരിക്കും? നാഷണൽ ലെവലില് ഇവിടുത്തെ പൊല്യൂഷൻ, രാജ്യത്തെ പൊല്യൂഷൻ പല സിറ്റീസിലും വളരെ കൂടുതലാണ്. ആ സിറ്റി ലെവലിലുള്ള പൊല്യൂഷൻ കുറയ്ക്കുവാൻ വേണ്ടി മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രോഗ്രാം ആയിരിക്കും എന്ത്? നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. ഈ പ്രോഗ്രാം പ്രകാരം നമ്മൾ ഒരു എയിം ഒക്കെ വെച്ചിട്ടുണ്ട്, ഒരു ഗോൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗോൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പ്രോഗ്രാം അടിയിൽ വരുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് വരുന്നതെന്ന്. സോ നോക്കുക, നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. It was launched in January 2019 by the Ministry of Environment, Forest and Climate Change. January 2019
2019 മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മുന്നോട്ട് വെച്ചതാണ് എന്ത് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. അപ്പോൾ CPCB അല്ല, ആരാ മുന്നോട്ട് വെച്ചിരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ലോങ് ടേം ടൈം ബൗണ്ട് നാഷണൽ ലെവൽ സ്ട്രാറ്റജി to tackle the air pollution problem across the country in a comprehensive manner. ലോങ് ടേമിൽ കൃത്യമായി സമയബന്ധിതമായി ടാർഗറ്റ് സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നാഷണൽ ലെവൽ പ്രോഗ്രാം എങ്ങനെ എയർ പൊല്യൂഷനെ ടാക്കിൾ ചെയ്യുവാനായിട്ട്. അപ്പൊ എന്താണ് അവിടെ വരുന്നത് നോക്കാം. ശ്രദ്ധിക്കുക. ഒബ്ജക്റ്റീവ്സ്: stringently implementing mitigation measures to prevent, control and abate air pollution. എന്തൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്? കൃത്യമായ മിറ്റിഗേഷൻ മെഷേഴ്സ് സ്ട്രിക്ട്ലി ഇംപ്ലിമെന്റ് ചെയ്യുക. എന്തിന്? എയർ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ക്യാൻസൽ ചെയ്യാനും അബേറ്റ് ചെയ്യാനും. സ്ട്രെങ്തനിങ് ആൻഡ് എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് നെറ്റ്വർക്ക് അക്രോസ് ദി കൺട്രി. രാജ്യം മുഴുവൻ വ്യാപകമായി കിടക്കുന്ന രീതിയിലുള്ള ഒരു എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് നെറ്റ്വർക്ക്, മെഷർമെന്റ് നെറ്റ്വർക്ക് കൊണ്ടുവരിക. 3. ഇൻക്രീസിംഗ് പബ്ലിക് അവയർനെസ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് മെഷേഴ്സ്. ആൾക്കാരെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുക എയർ പൊല്യൂഷനെ പറ്റിയിട്ടും അതിന്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ടും എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടും. അതേപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് മെഷേഴ്സ്, എങ്ങനെ നമുക്ക് ഇത് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലും. അപ്പോൾ ഈ രീതിയിലാണ് ഒബ്ജക്റ്റീവ്സ് വരുന്നത്. അപ്പോൾ മിറ്റിഗേഷൻ മെഷേഴ്സ് കൊണ്ടുവരിക, എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് നെറ്റ്വർക്ക് കൊണ്ടുവരിക, അതേപോലെ അവയർനെസ്, ആൾക്കാർക്ക് ബേസിക് അവയർനെസ്സും കാര്യങ്ങളും കൊടുക്കുക എന്ന് പറയുന്നതാണ് എന്ത് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയുവാൻ പറ്റുക. ടാർഗറ്റ്സ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ടൈം ബൗണ്ട് ആയിട്ട് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്താണ് ഇവിടെ NCAP നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം മുന്നോട്ട് വെച്ചുള്ള ടാർഗറ്റ് നോക്കാം. NCAP envisages reduction by 20 to 30% in PM10 concentration. PM10 മാത്രമല്ല, PM2.5 കോൺസെൻട്രേഷനും ഉണ്ട്. ഓക്കെ, PM particulate matter concentration എന്ന് പറഞ്ഞാൽ മതി. particulate matter concentration over baseline of 2017 by 2024. എന്തായിരുന്നു എയിം ആദ്യം വന്നപ്പോ? 2024 ആവുമ്പോഴേക്കും 2017 അവസ്ഥയേക്കാൾ 20 to 30% കുറയ്ക്കണം. എന്ത്? particulate matter 10 കോൺസെൻട്രേഷൻ. അതായത് particulate matter 10 കോൺസെൻട്രേഷൻ 2017 വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ 20 to 30% കുറയ്ക്കണം 2024 ആവുമ്പോഴേക്കും. ഇതായിരുന്നു വന്നപ്പോഴുള്ള ലക്ഷ്യം. പക്ഷേ വി വർ നോട്ട് ഓൺ ട്രാക്ക്. കൃത്യമായിട്ട് അത് അച്ചീവ് ചെയ്യാനുള്ള ട്രാക്കിലായിരുന്നില്ല നമ്മൾ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ടാർഗറ്റിനെ വീണ്ടും റിവൈസ് ചെയ്തു. വി റിവൈസ് ദി ടാർഗറ്റ്. The target had been revised to achieve a reduction of PM10 level up to 40% of achievement or 40% or standard or achievement of national standards 60 microgram by meter cube by 2025-2026. എന്താ പറയുന്നത്? 20 to 30% 2024 ആകുമ്പോഴേക്ക് അച്ചീവ് ചെയ്യാനുള്ള ലക്ഷ്യം. പക്ഷെ അത് നടക്കാതായപ്പോൾ നമ്മൾ റിവൈസ് ചെയ്തു. എന്താണ് ഇപ്പോഴത്തെ ലക്ഷ്യം ഓഫ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം? ഒന്ന്, 40% റിഡക്ഷൻ 2017 ലെവൽ വെച്ച് നോക്കുമ്പോൾ 2025-2026 ആകുമ്പോഴേക്കും 40% റിഡക്ഷൻ കൊണ്ടുവരിക. അല്ലെങ്കിൽ നാഷണൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം 60 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അതായത് ഒരു മീറ്റർ ക്യൂബ് ഏരിയ വോളിയത്തിൽ 60 മൈക്രോഗ്രാമിൽ താഴെ മാത്രം പാർട്ടിക്കുലർ പൊല്യൂഷൻസ് വരുന്ന രീതിയിലേക്ക് എത്തിക്കുക. അപ്പൊ ഇതാണ് ലക്ഷ്യം. 40% റിഡക്ഷൻ ബൈ 2025-2026 when compared to 2017 ലെവൽ, അല്ലെങ്കിൽ 60 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന ലെവലിലേക്ക് കുറയ്ക്കുക. PM10 ലെവൽ കുറയ്ക്കുക എന്ന് പറയുന്നതാണ് എന്ത്? that are the targets. ഇതൊക്കെയാണ് അതിന്റെ ടാർഗറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. In accordance with the Air Act of 1981 like air pollution act ആണ്. The Central Pollution Control Board will execute this nationwide program. ഈ nationwide program execute ചെയ്യുന്ന ആരാണ്? Central പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ലോഞ്ച് ചെയ്തത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഇറ്റ് ഇസ് എക്സിക്യൂട്ടഡ് ബൈ CPCB. അപ്പോൾ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം പ്രകാരം എന്തെങ്കിലും സക്സസ് ഇതുവരെ വന്നിട്ടുണ്ടോ? വാട്ട് ഇസ് ദി കറന്റ് സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അച്ചീവ്ഡ് എ 26.84% റിഡക്ഷൻ ഇൻ നാഷണൽ വൈഡ് പാർട്ടിക്കുലർ മാറ്റർ ലെവൽ ഫ്രം 2019 to 2024. 2019-2024 ആയപ്പോഴേക്കും നമ്മൾ 26.84% കുറച്ചു. ഓക്കെ, with National Clean Air Program cities showing 24.45% improvement.
ടോപ്പ് പെർഫോമൻസ് നോക്കൂ, വാരണസിയിലെ സിറ്റി നോക്കിക്കഴിഞ്ഞാൽ 76.4% റിഡക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇൻ കേസ് ഓഫ് പാർട്ടിക്കുലേറ്റ് മാറ്റർ പൊല്യൂട്ടൻ. മൊറാദാബാദ് നോക്കിയാൽ 58%, കാൺപൂർ നോക്കിയാൽ 51%. അപ്പോൾ വി ആർ ഓൺ ട്രാക്ക്. നമുക്ക് ആക്ച്വലി 26%ഓളം നമുക്ക് ഇപ്പോൾ കുറയ്ക്കുവാൻ പറ്റിയിട്ടുണ്ട് ആസ് പെർ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. അപ്പൊ എന്താണ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം എന്ന് മനസ്സിലാക്കി വെക്കാം. ഇതേപോലെ എയർ ക്വാളിറ്റി മോണിറ്ററിംഗും മെഷർമെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു ഇനീഷ്യേറ്റീവ് ആണ് സഫർ എന്ന് പറയുന്നത്. സഫർ, SAFAR. ഈ സംഭവം എല്ലാം ഇത്തിരി ഫാക്ച്വൽ ആണ്. ഇത് കറണ്ട് അഫയേഴ്സും എല്ലാ കാര്യങ്ങളും ചേർന്ന് വരുന്നതാണ്. ഇത് വായിച്ച് പഠിച്ചേ പറ്റുള്ളൂ. എൻവയോൺമെന്റൽ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വരിക. കോൺസെപ്ച്വൽ ഭാഗങ്ങൾ കുറവാണ്, കുറേ ഫാക്ട് പഠിക്കണം. ഓക്കെ, സോ സഫർ സ്റ്റാൻഡ്സ് ഫോർ സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ആൻഡ് വെദർ ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസർച്ച്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളിൽ എല്ലാം എയർ ക്വാളിറ്റി മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ സഫറിൽ ആരും കൂടി വരുന്നുണ്ട്, വെദർ ഫോർകാസ്റ്റിംഗ് കൂടി വരുന്നുണ്ട്. അതായത് വെദർ, കാലാവസ്ഥ പ്രവചനം കൂടി ഉൾപ്പെട്ട ഒരു പ്രോഗ്രാമാണ് സഫർ. എയർ ക്വാളിറ്റി ഉണ്ട്, വെദർ ഫോർകാസ്റ്റിംഗ് ഉണ്ട്. നോക്കുക, ഇറ്റ് ഈസ് എ റിസർച്ച് പ്രോഗ്രാം to build air pollution mitigation strategies in consonance with the nation's economic development. ഓക്കെ, രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിനെയും പാരലൽ ആവുന്ന രീതിയിൽ എങ്ങനെ ഒരു എയർ പൊല്യൂഷൻ മിറ്റിഗേഷൻ സ്ട്രാറ്റജി കൊണ്ടുവരാന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ഇൻ ഗ്രേറ്റർ മെട്രോപൊളിറ്റൻ സിറ്റീസ് ഓഫ് ഇന്ത്യ ടു പ്രൊവൈഡ് ലൊക്കേഷൻ സ്പെസിഫിക് ഇൻഫർമേഷൻ ഓൺ എയർ ക്വാളിറ്റി ഇൻ നിയർ റിയൽ ടൈം. അതായത് കൂടുതൽ പൊല്യൂഷന് കാരണമാകുന്ന മെട്രോപൊളിറ്റൻ സിറ്റീസിലാണ് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. കാരണം അവിടെയാണുള്ള പൊല്യൂഷൻ റേറ്റ് എപ്പോഴും കൂടുതലായിരിക്കാം. അപ്പൊ നമുക്ക് റിയൽ ടൈം ആയിട്ട് ആ പൊല്യൂഷൻ എങ്ങനെയാണ്, എത്രയാണ് വരുന്നതെന്ന് മെഷർ ചെയ്യാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, it has been combined with the early warning system on weather parameters. Weather parameters early warning system included ആണ്. The ultimate objective of the project is to increase awareness among general public regarding air quality in their city as well as advance so that appropriate mitigation measures and systematic action can be taken up for betterment of air quality and related health issues. എന്താണ് എയിം എന്ന് പറയുന്നത്? ജനറൽ പബ്ലിക്കിനെ, സാധാരണ ജനങ്ങളെ ബോധവാന്മാരാക്കുക. എന്താണ് അവിടുത്തെ എയർ ക്വാളിറ്റിയുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റസ്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിന്റെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്ര മെഷേഴ്സ് എടുത്താലേ നമുക്ക് എയർ പൊല്യൂഷൻ റേറ്റ് കുറയ്ക്കുവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സാധാരണ ജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി ബോധവാന്മാരാക്കുക എന്നുള്ളതും കൂടി ഇതിന്റെ ലക്ഷ്യത്തിൽ പെടുന്നു. Suffer was developed indigenously by IITM. And the IITM, Indian Institute of Tropical Meteorology, Pune, and operationalized by Indian Meteorological Department. ശ്രദ്ധിക്കണേ, ആരാണ് ഇത് ഓപ്പറേഷനലൈസ് ചെയ്യുന്നത്? IMD ആണ്. കാരണം ഇതിൽ വെതർ ഫോർകാസ്റ്റിംഗ് കൂടി വരുന്നുണ്ട്. CPCB അല്ല ചെയ്യുന്നത്, IMD ആണ് ഇത് ഇംപ്ലിമെന്റ് അല്ല ഇതിന്റെ എക്സിക്യൂഷൻ ഓപ്പറേഷൻ ചെയ്യുന്നത്. മോണിറ്റേർഡ് മെറ്റീരിയോളജിക്കൽ പാരാമീറ്റേഴ്സ്, നമ്മൾ പറഞ്ഞല്ലോ ക്ലൈമറ്റും കൂടി ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, വെതറും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. വെതറിൽ എന്തൊക്കെ ഇവിടെ മെഷർ ചെയ്യുന്നുണ്ട് നോക്കൂ. UV റേഡിയേഷൻ മെഷർ ചെയ്യുന്നു, റെയിൻഫാൾ, എത്ര റെയിൻഫാൾ ഉണ്ടെന്ന് നോക്കുന്നു, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വിൻഡ് സ്പീഡ്, വിൻഡ് ഡയറക്ഷൻ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ വെതർ പാറ്റേൺ ഉള്ളിലായിട്ട് മെഷർ ചെയ്യപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? UV റേഡിയേഷൻ, റെയിൻഫാൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വിൻഡ് സ്പീഡ്, വിൻഡ് ഡയറക്ഷൻ. സോറി, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ വെതർ ഫോർകാസ്റ്റ് കൂടി ചെയ്യുന്നുണ്ട് ഇൻ ദി സഫർ സിസ്റ്റം. ആരാ ഓപ്പറേഷനൈസ് ചെയ്യുന്നത്? ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, മറന്നുപോരുത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് GRAP, ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ. GRAP ഓർ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ, റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ആണ്. ഇത് എയർ പൊല്യൂഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം അല്ല. ഇത് എയർ പൊല്യൂഷൻ കൂടുന്ന സമയത്ത് അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഡൽഹി എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാ വർഷവും കാര്യമായി സംഭവിക്കുന്നു, വളരെ വലിയ ഇഷ്യൂ ആവുന്നു. അപ്പോൾ ഡൽഹി റീജിയണിൽ, അതിന്റെ സറൗണ്ടിങ് ആയ സ്റ്റേറ്റ്സിന്റെ റീജിയണിൽ പൊല്യൂഷൻ കൂടുന്ന സമയത്ത് എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ആക്ഷൻ പ്ലാൻ ആണ് GRAP അഥവാ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ. അതായത് ആ പൊല്യൂഷന്റെ ഓരോ സ്റ്റേജസ് ഉണ്ടാവുമല്ലോ. ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മോഡറേറ്റ്ലി പൊല്യൂട്ടഡ്, ഹൈലി പൊല്യൂട്ടഡ്, സിവിയർലി പൊല്യൂട്ടഡ് എന്നൊക്കെ ലെവൽ കൂടി പോകുമ്പോൾ ഏതൊക്കെ ലെവലിൽ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം എന്ന് പറയുന്ന ഒരു ആക്ഷൻ പ്ലാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ പൊല്യൂഷൻ ഇപ്പൊ ലോ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം വേണമെങ്കിൽ പ്രൈമറിലി അവർ എന്ത് ചോദിച്ചാൽ ഡീസൽ വെഹിക്കിൾസ് ഒന്നും ഡൽഹിയിലേക്ക് കയറരുത് എന്ന് പറയും. ട്രക്സ് പോലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ ഡൽഹി ചുറ്റുമുള്ള ഭാഗത്ത് ഡീസൽ ജനറേറ്റേഴ്സ് എല്ലാം നിർത്തണം എന്ന് പറയും. ഓഡ് ഈവൻ സ്കീംസ് കൊണ്ടുവരും. എന്താണ് ഓഡ് ഈവൻ സ്കീംസ്?
ഒരു ദിവസം ഒറ്റ സംഖ്യയുള്ള വണ്ടികളാണ് ഇറക്കേണ്ടത്. അതായത് നമ്പർ പ്ലേറ്റിൽ ആ നമ്പർ ഉണ്ടല്ലോ, ഒറ്റ സംഖ്യയുള്ള വണ്ടികൾ, മറ്റേ ദിവസം ഇരട്ട സംഖ്യകൾ. അപ്പൊ അത്രയും വണ്ടികൾ കുറച്ചേ ഇറങ്ങുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഓഡ് ഈവൻ സ്കീംസ്. അപ്പോൾ ഇങ്ങനെ പൊല്യൂഷന്റെ ഏത് ലെവലിൽ എത്തുമ്പോഴാണ് നമ്മൾ ഇതിൽ ഓരോ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറയുന്ന പ്ലാൻ ആണെന്ത് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്, GRAP. So GRAP is a framework designed to combat air pollution in the Delhi NCR region. Delhi region basically അവിടെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ആണ് GRAP. It was introduced as an emergency response mechanism and its implementation is triggered when air quality index reaches പൂവർ ലെവൽസ്. അപ്പൊ എന്താ സംഭവം? ഇതൊരു എമർജൻസി റെസ്പോൺസ് മെക്കാനിസം ആണ്. എയർ പൊല്യൂഷൻ മോശമാകുമ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് പറയുന്നതാണ്. ഇറ്റ്സ് ആൻ എമർജൻസി റെസ്പോൺസ് മെക്കാനിസം. ആൻഡ് എപ്പോഴാണ് ഇത് ഇംപ്ലിമെന്റ് ആവുന്നത്? എയർ ക്വാളിറ്റി ഇൻഡെക്സ് പൂവർ ലെവൽസിലേക്ക് എത്തുമ്പോൾ, എയർ ക്വാളിറ്റി ഇൻഡെക്സ് താഴ്ന്ന് പൂവർ ലെവൽസിലേക്ക് എത്തുമ്പോൾ അപ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇംപ്ലിമെന്റഡ്. GRAP is particularly important during the winter months when air quality tends to plummet. അതായത് എയർ ക്വാളിറ്റി അങ്ങനെ തകർന്ന് ഇല്ലാതാവുമ്പോൾ ആ സമയത്ത് സിഗ്നിഫിക്കന്റ് ആയി വരുന്നു എന്ത്? GRAP. ആരാണ് GRAPയുടെ കാര്യങ്ങൾ നോക്കുന്നത്? ഇറ്റ് ഇസ് ദി കമ്മീഷൻ ഓഫ് എയർ ക്വാളിറ്റി മാനേജ്മെന്റ്. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്, CAQM എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ് എന്ത്? ഈ GRAPയുടെ കാര്യങ്ങൾ നോക്കുന്നത്. ഇറ്റ് കൊളാബറേറ്റ്സ് വിത്ത് ദി MOEFCC, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് കൊളാബറേറ്റ് നടത്തുന്നു. നോക്കാം different stages of GRAP. GRAP consists of 4 stages, which each with targeted action to be taken the necessary authorities and agencies. These are the following. Just to നോക്കുക, stage 1, stage 2, stage 3, stage 4. ഇങ്ങനെ 4 സ്റ്റേജ് ആയിട്ട് GRAPയിൽ പൊല്യൂഷന്റെ അവസ്ഥയെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ when the air quality index reaches between 201 to 300. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 201 300 എത്തുമ്പോൾ കണ്ടീഷൻ പൂവർ ആണ്. അപ്പൊ പൂവർ ആവുമ്പോൾ എടുക്കേണ്ട ആക്ഷൻസ് അവിടെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. Then when it increases above 300, 301 to 400 ആവുമ്പോൾ വെരി പൂവർ ആയി മാറും, സ്റ്റേജ് 2 ആവും. അപ്പോൾ ചെയ്യേണ്ട കുറച്ചുകൂടി സ്ട്രിക്റ്റർ ആയ ആക്ഷൻസ്. 401 to 450 ആവുമ്പോൾ സിവിയർ ആവും, സ്റ്റേജ് 3. അപ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റർ ആയ ആക്ഷൻസ്. Then സിവിയർ പ്ലസ് 450 പ്ലസ് ആകുമ്പോൾ സ്റ്റേജ് 4, കുറച്ചും കൂടി സിവിയർ ആയ ആക്ഷൻസ്. അങ്ങനെ ഓരോ സ്റ്റേജിലും എന്തൊക്കെ ആക്ഷൻസ് എങ്ങനെയൊക്കെ പോകണം എന്നുള്ളത് കൃത്യമായി ഫോളോ ചെയ്യുന്ന മെത്തഡോളജിയാണ് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ. ആരാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? CAQM ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ റീസെന്റ് വന്ന റിപ്പോർട്ട് പ്രകാരം 6th വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട്, IQAir എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ന്യൂഡൽഹി ഇസ് ദി മോസ്റ്റ് പൊല്യൂട്ടഡ് ക്യാപിറ്റൽ സിറ്റി ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും പൊല്യൂട്ടഡ് ആയ ക്യാപിറ്റൽ സിറ്റിയാണ് ഇത്. ക്യാപിറ്റൽ സിറ്റിയിൽ ഒന്നെന്നല്ല പറയുന്നത്, ഏറ്റവും പൊല്യൂട്ടഡ് ആയ ക്യാപിറ്റൽ സിറ്റിയാണ് ഇത്, ഡൽഹി. സോ വൈ ഡൽഹി? എന്തുകൊണ്ട് ഡൽഹിയിൽ ഇത്ര പൊല്യൂഷന്റെ കാര്യങ്ങൾ വരുന്നു? നമുക്ക് മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയിട്ട് ചെന്നൈ ഉണ്ട്, മുംബൈ ഉണ്ട്, കൊൽക്കട്ടയുണ്ട്. ദെൻ വൈ ഡൽഹി? എന്തുകൊണ്ട് ഡൽഹി? വാട്ട് ആർ ദി റീസൺസ്? ഓക്കെ, ഡൽഹി എയർ പൊല്യൂഷൻ ഇത്രയും സ്ട്രോങ് ആവാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? ഇഫ് യു ലുക്ക് അറ്റ് ദി റീസൺസ്. ഓക്കെ, റീസൺസിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഏറ്റവും മേജർലി ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഇസ് ദി ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. അല്ലെ, ഡൽഹിയുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഒരു മേജർ കാരണമാണ്. ഓക്കെ, ലൈക്ക് ഇതൊരു ചർച്ച പോലെ കണ്ടാൽ മതി. എങ്ങനെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഒരു കാരണമാകുന്നത്? ഇപ്പോൾ സപ്പോസ് വി ആർ കൺസിഡറിങ് ഇന്ത്യ. നമ്മളിത് ഇന്ത്യ ആയിട്ട് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, ഏകദേശം ഇവിടെ ആയിട്ടാണ് ഡൽഹി വരുന്നത്, കുറച്ചുകൂടി മുകളിലാണ്. ഓക്കെ, ആ ഭാഗത്തായിട്ട് ഡൽഹി വരിക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റ് മെട്രോപൊളിറ്റൻ സിറ്റീസ് ഇല്ലേ, മുംബൈ ഇവിടെ, ചെന്നൈ ഇവിടെ, കൊൽക്കട്ട ഇവിടെ, എല്ലാം കോസ്റ്റൽ സിറ്റീസ് ആണ്. അപ്പൊ ഡൽഹി എന്ന് പറഞ്ഞാൽ ഹൈലി കോണ്ടിനെന്റൽ ആണ്. കോണ്ടിനെന്റ് ഉള്ളിൽ നടുക്ക് കിടക്കുന്ന ആളാണ് ഡൽഹി. അപ്പൊ ഹൈലി കോണ്ടിനെന്റൽ ആയതുകൊണ്ട് തന്നെ ഡൽഹിയിൽ എന്താ, വിൽ ബി ഹാവിംഗ് വെരി സ്ലോ വിൻഡ് മൂവ്മെന്റ്. അല്ലെ, വിൻഡ് മൂവ്മെന്റ് വളരെ കുറവായിരിക്കും. അതായത് കോസ്റ്റൽ റീജിയനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ലാൻഡ് ബ്രീസ്, സീ ബ്രീസ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ പൊല്യൂട്ടൻസ് അവിടെ കെട്ടി നിൽക്കാതെ അതങ്ങനെ ക്യാരി ചെയ്ത് പൊക്കോളും. പക്ഷെ ഡൽഹിയിൽ എന്താണ്, വിൻഡ് മൂവ്മെന്റ് ഭയങ്കര സ്ലോ ആവും. അപ്പൊ പൊല്യൂട്ടൻസ് അവിടെ കെട്ടി നിൽക്കും. ദെൻ low temperature during winters.
അല്ലെ, വിന്ററിൽ വളരെ തണുപ്പ് കൂടുതലാണ്. കാരണം ഡൽഹി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹയർ ലാറ്റിറ്റ്യൂഡിൽ കിടക്കുന്ന സ്ഥലമാണ്, ഹിമാലയാസ് ഒക്കെ അടുത്ത് തന്നെയുണ്ട്. സോ ലോ ടെമ്പറേച്ചർ ആകുമ്പോൾ എന്ത് പറ്റും, ടെമ്പറേച്ചർ ഇൻവേർഷൻ പോലുള്ള കാര്യങ്ങൾ നടക്കും. അത് നിങ്ങൾ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ പൊല്യൂഷൻസ് എന്ത് ചെയ്യും, സ്പ്രെഡ് ആവാതെ ഇങ്ങനെ കിടക്കും. ലൈക്ക് ഇറ്റ് വോണ്ട് ഗെറ്റ് മിക്സ്ഡ് അപ്പ്, അല്ലെങ്കിൽ ഇത് വേറെ സ്ഥലത്തേക്ക് പോവില്ല, ആ എയറിൽ തന്നെ ഇങ്ങനെ ക്യാരി ആയിട്ട് കിടക്കും. അതാണ് പൊല്യൂട്ടൻസ് മറ്റൊരു പ്രശ്നം. ദാറ്റ് ഈസ് ലോ ടെമ്പറേച്ചർ അതിനൊരു കാരണമാകുന്നു. പിന്നെ ഡൽഹിക്ക് ചുറ്റുമുള്ള കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡൽഹി പൊല്യൂഷനായി പറയുമ്പോൾ എപ്പോഴും ന്യൂസ് പേപ്പറിൽ വരുന്ന ഒരു വാക്കാണ് സ്റ്റബിൾ ബേണിംഗ്. ഓക്കെ, ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും സ്റ്റബിൾ ബേണിംഗ് ഒരു കാരണമാണ്. എന്താണ് സ്റ്റബിൾ ബേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഞ്ചാബ് ഹരിയാന പോലെയുള്ള അഗ്രികൾച്ചറൽ സ്റ്റേറ്റ്സ് ഡൽഹിയുടെ വളരെ അടുത്ത് കിടക്കുന്നു. അപ്പോൾ ഈ പഞ്ചാബ് ഹരിയാനയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഹാർവസ്റ്റിംഗ് സീസൺ, ഒരു വിളവെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത സോയിങ് സീസൺ തമ്മിലുള്ള ഗ്യാപ്പ് കുറവാണ്. അപ്പൊ ഇവർക്ക് ബേസിക്കലി എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ആ ഒരു ഫീൽഡ് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇവര് ആഫ്റ്റർ ഹാർവസ്റ്റിന് ശേഷം ഉണ്ടാകുന്ന സ്റ്റബിൾസ് അല്ലെങ്കിൽ ഈ ബാക്കി കുറ്റികളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ അവർ എന്ത് ചെയ്യും, ദേ വിൽ സെറ്റ് ഇറ്റ് ഓൺ ഫയർ. അവർ തീയിടുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആയി കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല ആഷ് വരുമ്പോൾ സോയിലിന് കുറച്ച് ഫെർട്ടിലിറ്റി കിട്ടും എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റബിൾ ബേണിംഗ്, ഈ കത്തുന്ന സംഭവം എല്ലാം, പുകയെല്ലാം എവിടേക്കാണ് പോകുന്നത്, ഡൽഹി പോലുള്ള സിറ്റിയിലേക്ക് പോകും. അപ്പോൾ സ്റ്റബിൾ ബേണിംഗ് മറ്റൊരു കാരണം. പിന്നെ ഡൽഹിയിലെ വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ മേജറായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഡൽഹി എന്ന് പറയുന്ന സ്ഥലമാണ് 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലേഷൻ ഡെൻസ് ആയ സ്ഥലം. അതായത് മറ്റു സ്ഥലത്തൊക്കെ ഇപ്പൊ ഇന്ത്യയിലെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏകദേശം 464 പീപ്പിൾ ആണ് പെർ സ്ക്വയർ കിലോമീറ്റർ. ഡൽഹിയിൽ 2011 11,000 ആണ് പെർ സ്ക്വയർ കിലോമീറ്റർ പോപ്പുലേഷൻ ഡെൻസിറ്റി. അത്രയും പോപ്പുലേഷൻ ഡെൻസ് ആണ്. അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി ഡൽഹിയിൽ ഇസ് അറൌണ്ട് 11,000 പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ. അരുണാചൽ പ്രദേശിൽ ഏറ്റവും കുറവ്, അത് 17 വെറും 17, ഇത് 11,000. ആ വ്യത്യാസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അത്രയും പോപ്പുലേഷൻ ഡെൻസ് ആയതുകൊണ്ട് തന്നെ അത്രയും വണ്ടികളുണ്ട്, അത്രയും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ടാവും, അത്രയും മറ്റ് ആക്ടിവിറ്റീസും എല്ലാം ഉണ്ടാവും. സോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദിവാലി വരികയാണെങ്കിൽ ഫയർ ക്രാക്കേഴ്സ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇതിന് കാരണമാണ്. പിന്നെ ഡൽഹിക്ക് ചുറ്റുമുള്ള ഇൻഡസ്ട്രിയൽ സിറ്റീസ്, അല്ലെ, വി ഹാവ് നോയിഡ, യുപിയിലെ നോയിഡ, ഗുർഗോൺ പോലുള്ള ഇൻഡസ്ട്രിയൽ സിറ്റി ഒക്കെ ചുറ്റുമുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള പുകകളെല്ലാം തന്നെ എങ്ങടാ പോകുന്നത്, ഡൽഹിയിലേക്കാണ് പോകുന്നത്. ദാറ്റ് മേക്സ് ഡൽഹി വൺ ഓഫ് ദി, അല്ലെങ്കിൽ അതിനെ ഇത്രയും പൊല്യൂഷന് വൾണറബിൾ ആക്കുന്ന ഒരു കാര്യം ഈ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ബേസിക്കലി ഈ ഡൽഹി എയർ പൊല്യൂഷൻ വിന്ററിലാണ് മാക്സിമൈസ് ചെയ്യുക. കാരണം വിന്ററിൽ ലോ ടെമ്പറേച്ചർ വരുമ്പോൾ ആ ഫോഗും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലേക്ക് ഈ സ്മോഗും കൂടി വന്ന് ചേരും, അല്ലെങ്കിൽ സ്മോക്ക് കൂടി വന്ന് ചേരുമ്പോൾ അത് സ്മോഗായി മാറി ആ പെർട്ടിക്കുലർ പൊല്യൂഷൻ എന്ന് പറയുന്ന അവസ്ഥയെ കുറച്ചുകൂടി ഇന്റൻസിഫൈ ചെയ്യും അവിടെ. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെ. പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ഡൽഹി പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ? യു മസ്റ്റ് ബി നോയിങ്. ഡൽഹി പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ GRAP പോലുള്ള പ്രോഗ്രാമില്ലേ, ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ പോലുള്ള പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ സ്റ്റബിൾ ബേണിംഗ് ഒക്കെ നിർത്താനായിട്ട് കുറെ പുതിയ ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ടർബോ ഹാപ്പി സീഡർ. ഓക്കെ, ടർബോ ഹാപ്പി സീഡർ, ദെൻ പൂസ ഡീകമ്പോസേഴ്സ്. ഇതൊക്കെ സയന്റിഫിക്കലി നമ്മൾ ഈ സ്റ്റബിൾ പെട്ടെന്ന് കത്തിച്ച് തീർക്കാതെ മറ്റു രീതിയിൽ ഡീകമ്പോസ് തീർക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന മെത്തഡോളജീസ് ആണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞല്ലോ ഓഡ് ഈവൻ സ്കീം, അല്ലെ, ഓഡ് ഈവൻ സ്കീം. പിന്നെ ഫെയിം. എന്താണ് ഫെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EV ഇലക്ട്രിക് വെഹിക്കിൾസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ഡൽഹി രജിസ്റ്റേർഡ് വണ്ടിയൊക്കെ നമുക്ക് കിട്ടും, അതെന്ത് വില കുറഞ്ഞിന് കിട്ടും. കാരണം എന്താ, 15 വർഷം കഴിഞ്ഞാൽ ഡീസൽ വണ്ടികൾ പൊതുവെ അവിടെ റീ രജിസ്റ്റർ ചെയ്ത് കൊടുക്കില്ല. കാരണം എന്താ, അത് പൊല്യൂഷൻ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ദീപാവലി പോലുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ there will be ban on ഫയർ ക്രാക്കേഴ്സ്. അതിന് പകരമായിട്ട് CSIR ഇപ്പൊ ഗ്രീൻ ക്രാക്കേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രീൻ ക്രാക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർ പൊട്ടിക്കുമ്പോൾ പൊല്യൂഷൻ തീരെ ഇല്ല എന്നല്ല, പൊല്യൂഷൻ വളരെ കുറവായിരിക്കും, കൂടുതൽ വാട്ടർ വേപ്പർ പോലെ സംഭവങ്ങളായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം മെഷേഴ്സ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് സിഗ്നിഫിക്കന്റ് ആയ കാര്യങ്ങൾ. നമുക്ക് 1-2 ലോസ് കൂടി വരാനുണ്ട്. അതേപോലെ തന്നെ ഓസോൺ ഡിപ്ലീഷനും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് ലൈക്ക് ഓസോൺ ഡിപ്ലീഷൻ നമ്മൾ സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഈ പൊല്യൂഷനിൽ നമ്മൾ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ വി വിൽ ബി ഡിസ്കസിംഗ് റിഗാർഡിംഗ് വാട്ടർ പൊല്യൂഷൻ. എന്താണ് വാട്ടർ പൊല്യൂഷൻ, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വി വിൽ ബി ഡിസ്കസിംഗ് ഇൻ ദി കമ്മിങ് ക്ലാസ്. ഓക്കെ, സോ ദിസ് ഇസ് റിഗാർഡിംഗ് എയർ പൊല്യൂഷൻ. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.